നമസ്കാരം. വാർത്താ നെക്സസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സമൂഹ മാധ്യമങ്ങളിലെ ഒരു വേറിട്ട ഒരു ഉള്ളടക്കമുള്ള ഒരു വീഡിയോ സംബന്ധിച്ചാണ് ഒരു പ്രതികരണമാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. സാധാരണയായി ഈ സ്യൂഡോ സയൻസ് അതല്ലെങ്കിൽ കള്ളമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യാജമായ കാര്യങ്ങൾ, പൊള്ളയായ കാര്യങ്ങൾ യഥാർത്ഥമാണ് അല്ലെങ്കിൽ അത് ശാസ്ത്രമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ആളുകളെ ഈ കേശവൻ മാമൻ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അതിനിങ്ങനെ ഒരു മാമൻ പരിവേഷമൊക്കെ വരാൻ കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു 70s കിഡ്സ് 60s കിഡ്സ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ആളുകളാണ് പൊതുവെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുള്ളത്. നമുക്ക് ഈ മറ്റേ HIV രോഗിയുടെ രക്തം കലർന്ന ഫ്രൂട്ടിയുടെ കഥയൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെ ഇരിക്കെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒരു പ്രത്യേക വ്യക്തിയുടെ വീഡിയോ എടുത്ത് എല്ലാവരും ഇങ്ങനെ ട്രോളുകയും പരിഹസിക്കുകയും ചെയ്യുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന പേരിൽ ഒരു ഡീപ് ക്ലീനിങ് സ്ഥാപനം നടത്തുന്ന എസ് രോഹിത് എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ, അദ്ദേഹം ആലപ്പുഴക്കാരനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തിന്റെ വീഡിയോകളാണ് ഇത്തരത്തിൽ പലരും എടുത്ത് ട്രോൾ ചെയ്യുന്നതായി കണ്ടത്. ഇവരെല്ലാം തന്നെ ഇദ്ദേഹത്തെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എങ്കിൽ ആ വീഡിയോകൾ കണ്ടപ്പോൾ, അതായത് അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടപ്പോൾ, അദ്ദേഹം തികച്ചും തെറ്റായ കാര്യങ്ങളാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനോട് ഒരു പ്രതികരണം നടത്തുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രൂട്ടിയിലെ രക്തം, HIV രോഗിയുടെ രക്തമൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിലേക്കാണ് തൻ്റെ ഒരു ക്ലീനിങ് ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുത്ത ഒരു പ്രൊഫഷണൽ ക്ലീനിങ് ജോലി ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സ്ഥാപനം നടത്തുന്ന ഒരാൾ ഇത്തരത്തിലുള്ള വ്യാജവും അതുപോലെ തന്നെ അത്യന്തം അപകടകരവുമായ പല കാര്യങ്ങളും ശരിയാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം ഹാൻഡ് സാനിറ്റൈസറിന്റെ ഉപയോഗം തന്നെയാണ്. പേര് പോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ എന്നാൽ അത് കൈകൾ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലായനിയാണ്. അതിൽ കൂടിയ അളവിൽ അതിൽ ആൽക്കഹോൾ അഥവാ ഈ മദ്യം കുടിക്കുന്ന മദ്യം എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ആൽക്കഹോളാണ് അതിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത്. അത് കൂടാതെ അതിന് ചില സാനിറ്റൈസറുകൾക്കൊക്കെ മണമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് നൽകാനുള്ള ചില വസ്തുക്കളും എല്ലാം തന്നെ അതോടൊപ്പം ചേർത്തിട്ടുണ്ടാവും. ഇതാണ് ഹാൻഡ് സാനിറ്റൈസർ എന്ന വസ്തു. ഇത് COVID-19 വ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത് പെട്ടിക്കടകളിൽ പോലും സുലഭമായി ലഭ്യമാകുന്ന രീതിയിലായത്. ഇതെടുത്ത് സകലതും ക്ലീൻ ചെയ്യുകയാണ് ഈ രോഹിത് എന്ന വ്യക്തി. അദ്ദേഹം സ്വന്തം മൊബൈൽ ഫോൺ മുതൽ കുടിക്കുന്ന വെള്ളത്തിന്റെ കുപ്പി മുതൽ കാറിന്റെ സീറ്റ് ബെൽറ്റ് അടക്കം അദ്ദേഹം ക്ലീൻ ചെയ്യാത്തതായി ഇനിയൊന്നും ബാക്കിയില്ല. ശ്രദ്ധിക്കുക, ക്ലീനിങ് ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുത്ത അത്തരത്തിലൊരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് ക്ലീനിങ്ങിന്റെ ബാല്യപാഠം പോലും അറിയാത്ത രീതിയിൽ ഇത്തരത്തിൽ പെരുമാറുന്നത്. അതിന് കുറച്ച് ലൈക്കുകൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഈ ഹാൻഡ് സാനിറ്റൈസർ ഇങ്ങനെ കൈകളിൽ തന്നെ അമിതമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ ഇതിലുള്ള ആൽക്കഹോൾ നമ്മുടെ കയ്യിലെ തൊലിയുടെ ഈർപ്പം നശിപ്പിക്കുകയും അത് വരണ്ടതാവുകയും അത് പിന്നീട് വരണ്ട് കീറുകയും അതോടൊപ്പം തന്നെ ഇതിലുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള മറ്റ് ആൽക്കഹോൾ കൂടാതെ അതിൽ ചേർത്തിരിക്കുന്ന വസ്തുക്കളെല്ലാം ചേർന്ന് കൈയുടെ തൊലിക്ക് അപകടകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇത് ഒരു അണുനാശിനി എന്നുള്ള രീതിയിൽ വളരെ മൈൽഡായി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഇദ്ദേഹം എല്ലായിടത്തും ഇതിങ്ങനെ പുരട്ടുകയും സ്പ്രേ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സ്വന്തം തൊലിക്ക് തന്നെയാണ് കേടുണ്ടാക്കുന്നത്. ഇനിയും മറ്റൊരു കാര്യം നോക്കാം. അദ്ദേഹം ഏതെങ്കിലും ഒരു സംഗതിയിൽ ഒരു സ്ഥലത്ത് കയ്യിൽ ATM പോയി കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഈ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു വാചകമുണ്ട്, നമ്മൾ സേഫാക്കി, ഇത് സേഫാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു പൂർണ്ണമായി രക്ഷപ്പെട്ടു, അണുക്കളിൽ നിന്ന് പൂർണ്ണമായും വിമുക്തമായി എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും അതോടൊപ്പം ഒരു മുഖഭാവവും കാണിക്കാറുണ്ട്.
യഥാർത്ഥത്തിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുമ്പോൾ എല്ലാ അണുക്കളും നശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചു എന്നതിനാൽ പൂർണ്ണമായും അണുവിമുക്തമായി എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്നതും അപകടം പിടിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു OCDയുടെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള തലത്തിലേക്കും ചില ചർച്ചകൾ കാണുന്നുണ്ട്. അദ്ദേഹം അത്തരത്തിൽ അവകാശപ്പെട്ടതായി ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. എന്നാൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് OCD ആണ് എന്ന് തോന്നുന്നില്ല. കാരണം മറ്റു പല വീഡിയോകളിലും അത്തരത്തിലല്ലാത്ത വീട്ടിലെ സാഹചര്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോകളിൽ ദൃശ്യമാണ്. എന്തായാലും ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ലൈക്കിന് വേണ്ടി ആവണം അല്ലെങ്കിൽ വ്യൂവിന് വേണ്ടി ആവണം ചെയ്തു കൂട്ടുമ്പോൾ അത് OCD യഥാർത്ഥത്തിലുള്ള വ്യക്തികൾക്ക് പോലും അപഹാസ്യമാവുന്ന രീതിയിൽ, അവരെ പോലും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുന്ന നിലയ്ക്കാണ് പോകുന്നത്. ഇത് വിശ്വസിക്കുന്ന 1%, 0.5% ആളുകൾ ഉണ്ടായി, അതുപോലെ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ അനുകരിക്കുന്നവർ ഉണ്ടായാലും അതും വളരെ അപകടകരമാണ് എന്ന് തന്നെ പറയട്ടെ. പിന്നീട് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഹോട്ടലുകളിലെല്ലാം ഉപയോഗിക്കുന്ന കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് പെട്രോളിയം ഓയിലാണ്, പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ. അത് ഏത് തരത്തിലുള്ള പെട്രോളിയം എണ്ണയാണ്, അങ്ങനെയെങ്കിൽ ആ എണ്ണ എവിടെ നിന്നാണ് വാങ്ങുന്നത്, ആ എണ്ണയുടെ കുറച്ച് സാമ്പിളൊക്കെ അദ്ദേഹം അടുത്ത വീഡിയോകളിൽ കാണിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പോളിടെക്നിക്കിലൊക്കെ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന, ക്ലീനിങ് ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുത്തു എന്ന് അവകാശപ്പെടുന്ന, ഒരു സ്വന്തമായി തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ആണ് എന്ന് അവകാശപ്പെടുന്ന, ആ കാര്യത്തിൽ ആളുകളെ ഉപദേശിക്കുന്ന ഒരു വ്യക്തി ഒട്ടും സയന്റിഫിക് അല്ലാത്ത, യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത, എന്നാൽ അപകടകരവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വീഡിയോകൾ ചെയ്യുന്നത് ഒരു തരത്തിലും ഉചിതമല്ല. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ലൈക്കിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യൂവിന് വേണ്ടിയോ ഒരു സാധാരണക്കാരൻ ഇത് ചെയ്യുന്നത് ഒരു പരിധിവരെ മനസ്സിലാക്കാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഡെസിഗ്നേഷനുകളൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുന്നത് അപകടകരം തന്നെയാണ്. കാരണം ഇപ്പോഴും ഫ്രൂട്ടിയിൽ HIV രോഗിയുടെ രക്തം കലർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരക്കാരെ തുറന്നു കാണിക്കുക എന്നുള്ളത് നമ്മളൊരു പ്രത്യേക ദൗത്യമായി തന്നെ എടുക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും. മറ്റൊരു വീഡിയോവുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.